ഹായ് എവരി വൺ, ഫണ്ടക്കേണിൻ്റെ അടുത്ത ഒരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഫണ്ണി വീഡിയോ കണ്ടൻറ്റുകളും ഫ്യൂച്ചറിസ്റ്റിക് ടെക്നിക്കൽ കണ്ടൻറ്റുകളും അതുവഴിയുള്ള ഏണിംഗ് പ്ലാറ്റ്ഫോമുകളെയും പരിചയപ്പെടുത്തുന്ന ഒരു ചാനലാണ് ഫണ്ടക് ഏൺ. ഇതുവരെ സപ്പോർട്ട് ചെയ്ത ഏവർക്കും നന്ദി. തുടർന്നും എല്ലാവിധ സപ്പോർട്ടുകളും പ്രതീക്ഷിച്ചുകൊണ്ട് അടുത്ത വീഡിയോയിലേക്ക് പോകാം. എല്ലാവർക്കും യൂബിറ്റ് കോയിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഇവിടെ പരിശോധിക്കാൻ പോകുന്നത് യൂബിറ്റ് കോയിൻ എത്രത്തോളം ട്രസ്റ്റ് വർത്തിയാണ്, യൂബിറ്റ് കോയിൻ എത്രത്തോളം ജെന്യുവിനാണ്, യൂബിറ്റ് കോയിനിലൂടെ എങ്ങനെ നമ്മളുടെ ഡ്രീംസുകൾ നമ്മൾക്ക് അച്ചീവ് ചെയ്യാം, യൂബിറ്റ് കോയിനിലൂടെ എങ്ങനെ ഒരു ലൈഫ് ടൈം ഇൻകം ജനറേറ്റ് ചെയ്യാം എന്നുള്ളതാണ്. നിങ്ങൾ ഞങ്ങളോടൊപ്പം ജോയിൻ ചെയ്യാൻ തയ്യാറാണോ? നിങ്ങൾ ഒന്ന് മനസ്സ് വെച്ചാൽ നാളെ നിങ്ങൾക്കുമാകാം കോടീശ്വരൻ. നിങ്ങൾ ജീവിതത്തിൽ വിജയിക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണെങ്കിൽ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക. ഈ സുവർണാവസരം പ്രയോജനപ്പെടുത്തുക, ഇത് നഷ്ടപ്പെടുത്താതിരിക്കുക. യൂബിറ്റ് കോയിനിൽ ജോയിൻ ചെയ്യുന്നതിനുള്ള ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ യൂബിറ്റ് കോയിൻ്റെ വാട്സാപ്പ് കമ്മ്യൂണിറ്റിയിലേക്കുള്ള ലിങ്കും ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. താല്പര്യമുള്ളവർ ജോയിൻ ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ പരമാവധി ഇത് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. അവർക്ക് ഈ ഓപ്പർച്യൂണിറ്റി മനസ്സിലാക്കി കൊടുക്കുക. യൂബിറ്റ് കോയിനെ കുറിച്ച് മനസ്സിലാക്കുന്നതിന് മുൻപ് ഈ കമ്പനിയെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കണം. അതുപോലെ തന്നെ ഈ കമ്പനിയുടെ ക്രെഡിബിലിറ്റി എന്താണെന്ന് മനസ്സിലാക്കണം. ഇതിൻ്റെ ഫൗണ്ടർ ആരാണെന്ന് നോക്കണം. ഇവരുടെ നേരത്തെയുള്ള പ്രോജക്റ്റുകൾ എന്താണെന്ന് നോക്കണം. ജാർഖണ്ഡ് സ്വദേശിയായ മിസ്റ്റർ ബ്രിജ്മോഹൻ സിംഗ് ആണ് ഇതിൻ്റെ ഫൗണ്ടർ. അദ്ദേഹം ഒരു നാഷണൽ ഐക്കൺ അവാർഡ് ജേതാവാണ്. യൂണിറ്റി മെറ്റാ ടോക്കൺ ആണ് കമ്പനിയുടെ ആദ്യത്തെ പ്രോജക്റ്റ്. യൂണിറ്റി മെറ്റാ ടോക്കൺ BNB സ്മാർട്ട് ചെയിനിൽ റൺ ചെയ്യുന്നു. വേൾഡ് ബിഗ്ഗസ്റ്റ് ക്രിപ്റ്റോ റെവല്യൂഷൻ എന്ന കൺസെപ്റ്റ് സാധ്യമാക്കിക്കൊണ്ട് 99% സാറ്റിസ്ഫാക്ഷനോടുകൂടി 12 മില്യൺ ആക്റ്റീവ് യൂസേഴ്സിനെ ബിൽഡ് ചെയ്തുകൊണ്ട് 240% ഗ്രോത്ത് ക്രിയേറ്റ് ചെയ്ത ഒരു റെപ്യൂട്ടഡ് ആയിട്ടുള്ള വലിയ കമ്പനിയാണ് യൂണിറ്റി മെറ്റാ ടോക്കൺ. നിലവിൽ ഒരു ടോക്കണും 2 കോയിനുമാണ് കമ്പനിക്കുള്ളത്. യൂണിറ്റി മെറ്റാ ടോക്കണും അതുപോലെ തന്നെ യൂബിറ്റ് കോയിൻ, പിന്നെ USC കോയിൻ. അങ്ങനെ 2 കോയിനും ഒരു ടോക്കണുമാണ് കമ്പനിക്ക് നിലവിലുള്ളത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ യൂണിറ്റി മെറ്റാ ടോക്കൺ BNB ബ്ലോക്ക് ചെയിനിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. യൂണിറ്റി മെറ്റാ ടോക്കൺ ട്രേഡ് ചെയ്യുന്നതിന് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. കോയിൻ സ്റ്റോർ എന്ന് പറയുന്ന എക്സ്ചേഞ്ചിലും അതുപോലെ തന്നെ യൂഫിനിക്സ് എന്ന നമ്മുടെ സ്വന്തം എക്സ്ചേഞ്ചിലും യൂണിറ്റി മെറ്റാ ടോക്കൺ ലിസ്റ്റഡ് ആണ്. വെറും $10 ലിസ്റ്റ് ചെയ്ത ഒരു കോയിനാണ് നമ്മളുടെ യൂണിറ്റി മെറ്റാ ടോക്കൺ. യൂണിറ്റി മെറ്റാ ടോക്കണിനെ കുറിച്ച് മനസ്സിലാക്കുന്നതിന് വേണ്ടി നിങ്ങൾ കോയിൻ മാർക്കറ്റ് ക്യാപ്പിൽ അത് ലിസ്റ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കുക. ഏതൊരു ക്രിപ്റ്റോ പ്രോജക്റ്റിനെ കുറിച്ചും ഏതൊരു ക്രിപ്റ്റോ കോയിനെ കുറിച്ചും നമുക്ക് അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് മനസ്സിലാക്കുന്നതിന് വേണ്ടി കോയിൻ മാർക്കറ്റ് ക്യാപ്പിൽ ചെക്ക് ചെയ്താൽ മതിയാവും. യൂണിറ്റി മെറ്റാ ടോക്കൺ നിങ്ങൾക്ക് കോയിൻ മാർക്കറ്റ് ക്യാപ്പിൽ ചെക്ക് ചെയ്യാം. ചെക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിൽ കോയിൻ്റെ പ്രൈസ് ചാർട്ട് കാണാവുന്നതാണ്. വെറും $10 ലിസ്റ്റ് ചെയ്ത നമ്മുടെ യൂണിറ്റി മെറ്റാ ടോക്കൺ ഈ കോയിൻ്റെ ഓൾ ടൈം ഹിറ്റായ $1039 ഹിറ്റ് ചെയ്ത നമ്മളുടെ യൂണിറ്റി മെറ്റാ ടോക്കൺ ഇന്ന് $183.34 ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു. നിങ്ങൾ ഒന്ന് ആലോചിക്കണം, വെറും $10 ലിസ്റ്റ് ചെയ്ത യൂണിറ്റി മെറ്റാ ടോക്കൺ എന്ന് പറയുന്ന കോയിൻ ഇന്ന് അറൗണ്ട് $183 ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നെങ്കിൽ ആ കോയിൻ്റെ ബേസ് എന്തായിരിക്കണം, ആ കമ്പനിയുടെ ബേസ് എന്തായിരിക്കണം, അവരുടെ പ്രോജക്റ്റിൻ്റെ ഡെപ്ത് എന്തായിരിക്കണം എന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഇപ്പോൾ നിങ്ങൾ ഒന്ന് ചിന്തിച്ചു നോക്കൂ. വെറും $10 ലിസ്റ്റ് ചെയ്ത യൂണിറ്റി മെറ്റാ ടോക്കൺ എന്ന് പറയുന്ന ഈ പ്രോജക്റ്റിൻ്റെ തുടക്കം മുതൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത ഇൻവെസ്റ്റ് ചെയ്തവർ എത്ര കോടികൾ വാരിക്കൂട്ടിയിട്ടുണ്ടാകും. യൂണിറ്റി മെറ്റാ ടോക്കൺ എന്ന പ്രോജക്റ്റിൻ്റെ തുടക്കം മുതൽ തന്നെ കമ്പനി നമുക്ക് തന്നിട്ടുള്ള ഒരു പ്രോമിസാണ് കമ്പനിയുടെ സ്വന്തം ബ്ലോക്ക് ചെയിനിൽ സ്വന്തം കോയിൻ എന്നുള്ളത്. കമ്പനി അത് ഇന്ന് പ്രാവർത്തികമാക്കിയിരിക്കുകയാണ്. കമ്പനിയുടെ സ്വന്തം ബ്ലോക്ക് ചെയിനായ യൂബിറ്റ് സ്കാനിലൂടെ കമ്പനി 2 കോയിനാണ് നിലവിൽ കൊണ്ടുവന്നിരിക്കുന്നത്. ഒന്ന് യൂബിറ്റ് കോയിനും മറ്റൊന്ന് USC കോയിനും.
യൂണിറ്റി മെറ്റ ടോക്കൺ എന്ന സുവർണാവസരം നഷ്ടപ്പെടുത്തിയ നമ്മൾക്ക് കമ്പനി യൂബിറ്റ് കോയിനിലൂടെ മറ്റൊരു സുവർണാവസരമാണ് ഇപ്പോൾ നൽകുന്നത്. ഇത് എല്ലാവരും പ്രയോജനപ്പെടുത്തുക. യൂബിറ്റ് കോയിൻ ഒരു ഡീസെൻട്രലൈസ്ഡ് സ്മാർട്ട് കോൺട്രാക്ട് പ്രോജക്റ്റ് ആണ്. സേഫ്പാൾ, ട്രസ്റ്റ് വാലറ്റ്, മെറ്റാമാസ്ക് മുതലായ ഡീസെൻട്രലൈസ്ഡ് വാലറ്റുമായിട്ട് കണക്ട് ചെയ്തുകൊണ്ടാണ് നമ്മൾ യൂബിറ്റ് കോയിൻ സ്റ്റേക്ക് ചെയ്ത് റവന്യൂ ജനറേറ്റ് ചെയ്യുന്നത്. ഇനി യൂബിറ്റ് കോയിൻ്റെ ടോക്കണോമിക്സ് ഒന്ന് നോക്കാം. ഇതിൽ ടോട്ടൽ കോയിൻ സപ്ലൈ എന്ന് പറയുന്നത് 99 ക്രോറാണ്. അതായത് 99 കോടി മാത്രമേ ഉള്ളൂ. ഇത് ബേണിംഗ് 30%, പബ്ലിക് സെയിൽ വന്നിട്ട് 22%, മാനേജ്മെൻറ്റ് 4%, ഡെവലപ്പർ 4%, മാർക്കറ്റിംഗ് 2%, പാർട്ട്ണർഷിപ്പ് 8%, ചാരിറ്റിക്ക് വന്നിട്ട് 2%, സ്റ്റേക്കിംഗ് റിവാർഡ് കൊടുക്കുന്നതിന് വേണ്ടി 15% മാറ്റി വച്ചിരിക്കുന്നത്. ലിക്വിഡിറ്റിയിലേക്ക് പോകുന്നത് 13%. ഞാൻ പറഞ്ഞത് ഇത് യൂബിറ്റ് കോയിൻ, നേരത്തെ പറഞ്ഞ പ്രകാരം യൂബിറ്റ് കോയിൻ എന്ന് പറയുന്നത് യൂബിറ്റ് സ്കാൻ ബ്ലോക്ക് ചെയിനിലാണ് റൺ ചെയ്യുന്നത്. കമ്പനിയുടെ ഓൺ ബ്ലോക്ക് ചെയിനാണ് യൂബിറ്റ് സ്കാൻ ബ്ലോക്ക് ചെയിൻ. യൂണിറ്റി മെറ്റ ടോക്കണും യൂബിറ്റ് കോയിനും ഓഡിറ്റ് ചെയ്തിരിക്കുന്നത് സെർട്ടിക്കാണ്. നമ്മൾക്കറിയാം ക്രിപ്റ്റോ കോയിൻ്റെ ഓഡിറ്റിംഗ് രംഗത്ത് അവസാന വാക്കാണ് സെർട്ടിക്ക്. ജെനുവിൻ പ്രോജക്റ്റുകൾക്ക് മാത്രമേ സെർട്ടിക്ക് ഓഡിറ്റ് ചെയ്ത് സർട്ടിഫിക്കറ്റ് നൽകാറുള്ളൂ. ഇനി എന്താണ് യൂബിറ്റ് കോയിൻ ബിസിനസ് പ്ലാൻ എന്ന് നമുക്ക് നോക്കാം. ഇനി യൂബിറ്റ് കോയിനിലെ ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻ അഥവാ സ്റ്റേക്കിംഗ് പാക്കേജ് എന്താണെന്ന് നോക്കാം. ഇതിൽ മിനിമം ഇൻവെസ്റ്റ്മെൻറ്റ് വന്ന് $50 ആണ്. $50 മുതൽ മാക്സിമം $10,000 വരെയാണ് ഇതിനകത്ത് സ്റ്റേക്കിംഗ് പാക്കേജ്, അതായത് ഇൻവെസ്റ്റ്മെൻറ്റ്. 5 ടൈപ്പ് ഓഫ് ഇൻകമാണ് കമ്പനി നമുക്ക് ഓഫർ ചെയ്യുന്നത്. അതിൽ ഒന്നാമത്തെ ഇൻകം എന്ന് പറയുന്നത് സ്റ്റേക്കിംഗ് റിവാർഡാണ്. നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ടിന് തുല്യമായ യൂബിറ്റ് കോയിൻ കമ്പനി നമ്മളുടെ അക്കൗണ്ടിലേക്ക് സ്റ്റേക്ക് ചെയ്യുന്നു. അതിനുശേഷം ആ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ടിൻ്റെ 0.5% ഡെയിലി പ്രോഫിറ്റായിട്ട് നമുക്ക് 500 ദിവസത്തേക്ക് തരുന്നു. രണ്ടാമത്തെ ഇൻകം എന്ന് പറയുന്നത് ഡയറക്റ്റ് റെഫറൽ ഇൻകമാണ്. അതായത് നമ്മൾ ഒരാളെ ഈ ബിസിനസ് പരിചയപ്പെടുത്തി ഇതിലേക്ക് കൊണ്ടുവരുമ്പോൾ അവർ ഇൻവെസ്റ്റ് ചെയ്ത് അവർക്ക് ഡെയിലി കിട്ടുന്ന പ്രോഫിറ്റിൻ്റെ 0.5% നമുക്ക് 500 ദിവസത്തേക്ക് കിട്ടുന്നു. നിങ്ങൾക്ക് എത്ര ഡയറക്റ്റ് റെഫറൽ വേണമെങ്കിലും ചെയ്യാം. എത്ര ഡയറക്റ്റ് റെഫറൽ വന്നാലും അവർക്ക് ഡെയിലി കിട്ടുന്ന പ്രോഫിറ്റിൻ്റെ 50% ഡെയിലി 500 ദിവസത്തേക്ക് നമുക്ക് കിട്ടും. ഇനി അടുത്തത് വന്നിട്ട് ലെവൽ ബോണസ് ആണ്. ലെവൽ ബോണസ് വന്നിട്ട് 50 ലെവലിലാണ് നമുക്ക് ലെവൽ ബോണസ് എന്ന് പറയുന്നത് കിട്ടുന്നത്. നമ്മളുടെ താഴേക്ക് വരുന്ന ആൾക്കാരിൽ നിന്നും നമുക്ക് 50 ലെവൽ ബോണസ് ലഭിക്കുന്നു. പിന്നെ ഉള്ളത് ലീഡർഷിപ്പ് ബോണസാണ്. ലീഡർഷിപ്പ് ബോണസിനെ പറ്റി വീഡിയോയുടെ വരുന്ന ഭാഗങ്ങളിൽ പറയുന്നതാണ്. പിന്നെ ഇൻ്റർനാഷണൽ ടൂർ പാക്കേജുകൾ കമ്പനി നമുക്ക് ഓഫർ ചെയ്യുന്നുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മൾ സ്റ്റേക്കിംഗ് പാക്കേജ് എന്ന് പറയുന്നത് മിനിമം $50 തൊട്ട് $10,000 വരെയാണ്. ഒരു ഐഡിയിൽ നമുക്ക് മാക്സിമം ഇൻവെസ്റ്റ് ചെയ്യാൻ കഴിയുന്ന എമൗണ്ട് $10,000 നമ്മൾക്ക് ഇത് ഡീസെൻട്രലൈസ്ഡ് പ്ലാറ്റ്ഫോം ആയതുകൊണ്ട് KYCയുടെ ആവശ്യമില്ലാത്തതുകൊണ്ട് നമുക്ക് എത്ര ID വേണമെങ്കിലും ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. അതിനുശേഷം എത്ര ID വേണമെങ്കിലും നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാവുന്നതാണ്. ഇനി രണ്ടാമത്തെ ഇൻകം എന്ന് പറയുന്നത് ഡയറക്റ്റ് റെഫറൽ കമ്മീഷനാണ്. ഡയറക്റ്റ് റെഫറൽ കമ്മീഷൻ എന്ന് പറയുന്നത് നമ്മൾ കൊണ്ടുവരുന്ന ഡയറക്റ്റായിട്ട് കൊണ്ടുവരുന്ന ഓരോ വ്യക്തിയിൽ നിന്നും അവർക്ക് ഡെയിലി ലഭിക്കുന്ന ഇൻകത്തിൻ്റെ 50% 500 ദിവസം വരെ നമുക്ക് ലഭിക്കും. ഇനി മൂന്നാമത്തെ ഇൻകം എന്ന് പറയുന്നത് ലെവൽ ഇൻകമാണ് അഥവാ ലെവൽ കമ്മീഷനാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ 1 മുതൽ 50 ലെവലിൽ നിന്ന് നമുക്ക് യൂബിറ്റ് കോയിൻ ഇൻകം ലഭിക്കും. ഒന്നാമത്തെ ലെവലിൽ 50%, രണ്ടാമത്തെ ലെവലിൽ 10% മുതൽ 50% വരെയാണ്. നോർമലി ഇതിൽ 10% രണ്ടാമത്തെ ലെവലിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന കമ്മീഷൻ. പക്ഷേ ഇവിടെ 50% ലഭിക്കാൻ കമ്പനി ഒരു ഓഫർ തന്നിട്ടുണ്ട്. അതായത് കമ്പനി പറയുന്ന ഈ ക്രൈറ്റീരിയ നമ്മൾ ഫുൾഫിൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സെക്കൻഡ് ലെവലിൽ നിന്നും 50% കമ്മീഷൻ 500 ദിവസം ലഭിക്കും. അതായത് ഈ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് നമ്മളുടെ ID ആക്ടിവേഷൻ ചെയ്തതിന് ശേഷം 30 ദിവസത്തിനകം ഇതിലേക്ക് 5 ഡയറക്റ്റ് റെഫറൽസിനെ കൊണ്ടുവരികയും ടോട്ടൽ ഡയറക്റ്റ് ബിസിനസ് $3,000 കൊണ്ടുവരികയും ചെയ്തു കഴിഞ്ഞാൽ നമ്മൾക്ക്
സെക്കൻഡ് ലെവലിൽ നിന്നും 50% കമ്മീഷൻ ലഭിക്കുന്നതാണ്. ഇനി മൂന്നാമത്തെ ലെവൽ മുതൽ 5ാമത്തെ ലെവൽ വരെ 5% കമ്മീഷനും 6ാമത്തെ ലെവൽ മുതൽ 10ാമത്തെ ലെവൽ വരെ 3% കമ്മീഷനും 11ാമത്തെ ലെവൽ മുതൽ 30ാമത്തെ ലെവൽ വരെ 2% കമ്മീഷനും 31ാം ലെവൽ മുതൽ 50ാമത്തെ ലെവൽ വരെ 1% കമ്മീഷനും യൂബിറ്റ് കോയിനിൽ നിന്നും നമുക്ക് ലഭിക്കും. ഇനി 4ാമത്തെ ഇൻകം എന്ന് പറയുന്നത് ലീഡർഷിപ്പ് ബോണസാണ്. ലീഡർഷിപ്പ് ബോണസ് എന്ന് പറയുന്നത് ഫസ്റ്റ് ലീഡർഷിപ്പ് ബോണസ് എന്ന് പറയുന്നത് ഫസ്റ്റ് സ്റ്റാർ റിവാർഡാണ്. ഇത് അച്ചീവ് ചെയ്യുന്നവർക്ക് ഗ്ലോബൽ ടേൺ ഓവറിൻ്റെ 2% 500 ദിവസം പ്ലസ് $275 ഒരു ലാപ്ടോപ്പ് മേടിക്കാൻ $275 നിങ്ങൾ ഈ ഫസ്റ്റ് സ്റ്റാർ അച്ചീവ് ചെയ്യുന്ന ആ നിമിഷം തന്നെ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ക്രെഡിറ്റ് ആവുന്നതാണ്. ഇത് ഡീസെൻട്രലൈസ്ഡ് പ്ലാറ്റ്ഫോമിൽ ആൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് കൊണ്ട് അവിടെ നിങ്ങൾ എപ്പോൾ ഓരോ സ്റ്റാറും അച്ചീവ് ചെയ്യുന്നു ആ അച്ചീവ് ചെയ്യുന്ന പറയുന്ന ബോണസ് എത്രയാണോ അത് ഇൻസ്റ്റൻ്റായിട്ട് നിങ്ങളുടെ വാലറ്റിലേക്ക് ഡെപ്പോസിറ്റ് ആവുന്നതാണ്. ഫസ്റ്റ് സ്റ്റാർ റിവാർഡ് അച്ചീവ് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ സെൽഫ് ബിസിനസ് $500 നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിരിക്കണം. നമ്മളുടെ ഡയറക്റ്റ് 5 പേരെ ഈ ബിസിനസ്സിലേക്ക് കൊണ്ടുവരണം. ഡയറക്റ്റ് ബിസിനസ് $1000 ഉണ്ടായിരിക്കണം. ടോട്ടൽ ടീം സൈസ് 20 മെമ്പേഴ്സ് ഉണ്ടായിരിക്കണം. ടോട്ടൽ ടീം ബിസിനസ് $10,000 ഉണ്ടായിരിക്കണം. ഇത് നമ്മൾക്ക് അച്ചീവ് ചെയ്യാൻ കഴിഞ്ഞാൽ നമ്മൾക്ക് ഫസ്റ്റ് സ്റ്റാർ റിവാർഡ് അച്ചീവ് ചെയ്യാൻ പറ്റും. ഇനി 2ാമത്തെ ലീഡർഷിപ്പ് ബോണസ് എന്ന് പറയുന്നത് സെക്കൻഡ് സ്റ്റാർ റിവാർഡാണ്. സെക്കൻഡ് സ്റ്റാർ റിവാർഡ് നമുക്ക് അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ ഗ്ലോബൽ ടേൺ ഓവറിൻ്റെ 1.5% 500 ദിവസം നമുക്ക് ലഭിക്കും. കൂടാതെ മാക്ബുക്ക് വർത്ത് $1000 വിലയുള്ള ഒരു മാക്ബുക്ക് മേടിക്കാൻ വേണ്ടി ഇൻസ്റ്റൻ്റായിട്ട് നമ്മളുടെ അക്കൗണ്ടിലേക്ക് $1000 കമ്പനി ഡെപ്പോസിറ്റ് ചെയ്യും. ഇത് അച്ചീവ് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ സെൽഫ് ബിസിനസ് നമ്മൾ $1000 ഇൻവെസ്റ്റ് ചെയ്തിരിക്കണം. കൂടാതെ ഡയറക്റ്റ് 7 മെമ്പേഴ്സിനെ ഇതിലേക്ക് കൊണ്ടുവരണം. ഡയറക്റ്റ് ബിസിനസ് ടോട്ടൽ $2000 ഉണ്ടായിരിക്കണം. ടോട്ടൽ ടീം സൈസ് 50 മെമ്പേഴ്സ് ഉണ്ടായിരിക്കണം. ടോട്ടൽ ടീം ബിസിനസ് $30,000 ഉണ്ടായിരിക്കണം. ഇത് കംപ്ലീറ്റ് ചെയ്യാൻ കഴിഞ്ഞാൽ നിങ്ങൾക്ക് സെക്കൻഡ് സ്റ്റാർ റിവാർഡ് അച്ചീവ് ചെയ്യാൻ കഴിയും. ഇനി 3ാമത്തെ ലീഡർ ബോണസ് എന്ന് പറയുന്നത് 3 സ്റ്റാർ റിവാർഡാണ്. 3 സ്റ്റാർ റിവാർഡ് അച്ചീവ് ചെയ്യുന്ന മെമ്പേഴ്സിന് ഗ്ലോബൽ ടേൺ ഓവറിൻ്റെ 1% 500 ദിവസത്തേക്ക് കമ്പനി തരും. കൂടാതെ $3,333 വിലയുള്ള ഒരു കിഡ് കാർ എടുക്കുന്നതിനുള്ള എമൗണ്ട് ഇൻസ്റ്റൻ്റായിട്ട് അക്കൗണ്ടിലേക്ക് കമ്പനി ഡെപ്പോസിറ്റ് ചെയ്യും. ഇത് അച്ചീവ് ചെയ്യുന്നതിന് വേണ്ടി സെൽഫ് ബിസിനസ് നമ്മൾ $2000 ഇൻവെസ്റ്റ് ചെയ്തിരിക്കണം. ഡയറക്റ്റ് നമ്മൾ 10 മെമ്പേഴ്സിനെ ഇതിലേക്ക് ഡയറക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കണം. ഡയറക്റ്റ് ബിസിനസ് വന്ന് $3000 ആയിരിക്കണം. ടോട്ടൽ ടീം സൈസ് വന്ന് 150 മെമ്പേഴ്സ് ഉണ്ടായിരിക്കണം. ടോട്ടൽ ടീം ബിസിനസ് വന്ന് $1,00,000 ഉണ്ടായിരിക്കണം. ഇനി 4ാമത്തെ ലീഡർഷിപ്പ് ബോണസ് എന്ന് പറയുന്നത് 4th സ്റ്റാർ റിവാർഡാണ്. 4th സ്റ്റാർ റിവാർഡ് അച്ചീവ് ചെയ്യുന്ന ഓരോ മെമ്പേഴ്സിനും ഗ്ലോബൽ ടേൺ ഓവറിൻ്റെ 0.75 കൂടാതെ ഹ്യുണ്ടായി ക്രെറ്റ വണ്ടി എടുക്കുന്നതിന് വേണ്ടി ഇതിന് തുല്യമായ $11,111 ഇത് അച്ചീവ് ചെയ്യുന്ന അതേ നിമിഷം തന്നെ നമ്മളുടെ വാലറ്റിലേക്ക് ക്രെഡിറ്റ് ആവുന്നു. ഇതിനു വേണ്ടി ഉള്ള ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് നമ്മുടെ സെൽഫ് ബിസിനസ്, അതായത് നമ്മൾ $3000 ഇൻവെസ്റ്റ് ചെയ്തിരിക്കണം. ഡയറക്റ്റ് 10 ഡയറക്റ്റ് മെമ്പേഴ്സിനെ കൊണ്ടുവന്നിരിക്കണം. ഡയറക്റ്റ് ബിസിനസ് ടോട്ടൽ $5000 ഉണ്ടായിരിക്കണം. കൂടാതെ നമ്മളുടെ ടീമിൽ 3 സ്റ്റാർ അച്ചീവ് ചെയ്ത 3 മെമ്പേഴ്സ് ഉണ്ടായിരിക്കണം. ഇനി 5ാമത്തെ ലീഡർ ബോണസായ 5 സ്റ്റാർ റിവാർഡ് അച്ചീവ് ചെയ്യുന്ന മെമ്പേഴ്സിന് ഗ്ലോബൽ ടേൺ ഓവറിൻ്റെ 0.5% 500 ദിവസം ലഭിക്കും. അത് കൂടാതെ ഒരു ഫോർച്യൂണർ കാറും അതുപോലെ മാൽഡീവ് ട്രിപ്സിനും വേണ്ടി $40,000 കമ്പനി നമ്മളുടെ അക്കൗണ്ടിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യും. ഇത് കംപ്ലീറ്റ് ചെയ്യുന്നതിന്, ഇത് അച്ചീവ് ചെയ്യുന്നതിന് സെൽഫ് ബിസിനസ് $4,000 നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിരിക്കണം. നമ്മൾ ഡയറക്റ്റ് 20 പേരെ റെഫർ ചെയ്തിരിക്കണം.
ഡയറക്റ്റ് ബിസിനസ് വോളിയം വന്ന് $7,000 ഉണ്ടായിരിക്കണം. നമ്മളുടെ ടീമിൽ 4 സ്റ്റാർ നേടിയ 3 മെമ്പേഴ്സ് ഉണ്ടായിരിക്കണം. ഇനി ഏഴാമത്തെ ലീഡർ ബോണസായ 7 സ്റ്റാർ റിവാർഡ് അച്ചീവ് ചെയ്യുന്ന മെമ്പേഴ്സിന് ഗ്ലോബൽ ടേൺ ഓവറിൻ്റെ 0.25% പ്ലസ് വില്ല ഇൻ ദുബൈ പ്ലസ് മെഴ്സിഡസ് സി ക്ലാസ് ഇതിന് തുല്യമായ $4,00,000 ഇൻസ്റ്റൻ്റായി നമ്മളുടെ അക്കൗണ്ടിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യും. ഇത് അച്ചീവ് ചെയ്യുന്നതിന് വേണ്ടി സെൽഫ് ബിസിനസ് നമ്മൾ ഇൻവെസ്റ്റ് $5,000 നമ്മളുടെ അക്കൗണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കണം. ഡയറക്റ്റ് നമ്മൾ 25 മെമ്പേഴ്സിനെ ഡയറക്റ്റ് റെഫർ ചെയ്തിരിക്കണം. ഡയറക്റ്റ് ബിസിനസ് വന്ന് $1,00,000 കൊണ്ടുവരണം. 3 5 സ്റ്റാർ മെമ്പേഴ്സ് നമ്മളെ ടീമിൽ ഉണ്ടായിരിക്കണം. ഇനി അടുത്ത ലീഡർ ബോണസ് ലെവൽ എന്ന് പറയുന്നത് സൂപ്പർ സ്റ്റാർ ലെവലാണ്. സൂപ്പർ സ്റ്റാർ ലെവൽ അച്ചീവ് ചെയ്യുന്ന എല്ലാ മെമ്പേഴ്സിനും റിവാർഡായി $6,00,000 ലഭിക്കുന്നതാണ്. ഇത് ഏകദേശം 6 കോടിയോളം രൂപയ്ക്ക് അടുത്ത് വരും. ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് സെൽഫ് ബിസിനസ് നമ്മൾ $10,000 ഇൻവെസ്റ്റ് ചെയ്തിരിക്കണം. ഡയറക്റ്റ് നമ്മൾ റെഫർ ചെയ്യുന്ന മെമ്പേഴ്സ് 30 പേരുണ്ടായിരിക്കണം. ഡയറക്റ്റ് ബിസിനസ് വന്ന് $25,000 ആയിരിക്കണം. നമ്മുടെ ടീമിൽ നമ്മളുടെ അണ്ടറിൽ 7 സ്റ്റാർ അച്ചീവ് ചെയ്ത 6 മെമ്പേഴ്സ് ഉണ്ടായിരിക്കണം. ഇനി അടുത്ത ലെവൽ എന്ന് പറയുന്നത് മെഗാസ്റ്റാർ ലെവലാണ്. മെഗാസ്റ്റാർ ലെവൽ അച്ചീവ് ചെയ്യുന്ന ഓരോ മെമ്പേഴ്സിനും റിവാർഡ് ബോണസായിട്ട് $8,00,000 ലഭിക്കുന്നതാണ്. ഏകദേശം 7 കോടിയോളം രൂപ. ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് സെൽഫ് ബിസിനസ് നമ്മൾ $15,000 ഇൻവെസ്റ്റ് ചെയ്തിരിക്കണം. ഡയറക്റ്റ് നമ്മൾ 40 പേരെ റെഫർ ചെയ്തിരിക്കണം. ഡയറക്റ്റ് ബിസിനസ് വന്ന് $40,000 ആയിരിക്കണം. നമ്മളുടെ അണ്ടറിൽ സൂപ്പർ സ്റ്റാർ ലെവൽ അച്ചീവ് ചെയ്ത 6 മെമ്പേഴ്സ് ഉണ്ടായിരിക്കണം. ഇനി ലാസ്റ്റ് ആൻഡ് ഫൈനൽ ബോണസ് ലെവൽ എന്ന് പറയുന്നത് ഗ്ലോബൽ സ്റ്റാർ ലെവലാണ്. ഗ്ലോബൽ സ്റ്റാർ ലെവൽ അച്ചീവ് ചെയ്യുന്ന ഓരോ മെമ്പേഴ്സിനും റിവാർഡ് ബോണസായിട്ട് $10,00,000 ലഭിക്കുന്നതാണ്. $10,00,000 ആകുമ്പോൾ ഏകദേശം 9 കോടിയോളം രൂപ. ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് സെൽഫ് ബിസിനസ് നമ്മൾ $20,000 ഇൻവെസ്റ്റ് ചെയ്തിരിക്കണം. ഡയറക്റ്റ് ടീം നമ്മൾ ഡയറക്റ്റ് ചെയ്യേണ്ടത് 50 മെമ്പേഴ്സിനെയാണ്. ഡയറക്റ്റ് ബിസിനസ് വന്ന് $60,000 ആയിരിക്കണം. ടോട്ടൽ ടീം സൈസിൽ നമ്മളുടെ അണ്ടറിലായി 6 മെഗാസ്റ്റാർ അച്ചീവ് ചെയ്ത മെമ്പേഴ്സ് ഉണ്ടായിരിക്കണം. ഇനി നമ്മുടെ എക്കോസിസ്റ്റം എന്ന് പറയുന്നത് യൂബിറ്റ് കോയിൻ, യൂണിറ്റി മെറ്റാ ടോക്കൺ, A4 ക്ലബ്ബ് ഗെയിമിംഗ് പ്ലാറ്റ്ഫോം, കങ്കാരു കിങ്ഡം NFT, യൂബിറ്റ് സ്കാൻ, യൂബിറ്റ് സാപ്പ്, യൂബിറ്റ് കാർട്ട്, യൂബിറ്റ് മാർക്കറ്റ്സ്, യൂകണക്റ്റ്, യൂണിറ്റി OTT, അപ്ഷോട്ട് ബോട്ട്. നമ്മുടെ എക്കോസിസ്റ്റത്തിൽ യൂബിറ്റ് കോയിനും യൂണിറ്റി മെറ്റാ ടോക്കണും കഴിഞ്ഞാൽ അടുത്തതായി വരുന്നത് A4 ക്ലബ്ബ് ഗെയിമിംഗ് പ്ലാറ്റ്ഫോമാണ്. 150-ൽ പരം ഗെയിം നമുക്ക് കളിച്ചുകൊണ്ട് നല്ലൊരു ഇൻകം ഇതുവഴി ജനറേറ്റ് ചെയ്യാൻ കഴിയും. നമ്മളുടെ ഗെയിം ID $50 ഇട്ട് ആക്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 5 ലെവൽ കമ്മീഷൻ ലഭിക്കുന്നതാണ്. ലെവൽ 1-ൽ നിന്ന് നമുക്ക് 5%, ലെവൽ 2-ൽ നിന്ന് 2%, ലെവൽ 3 മുതൽ 5 വരെ ഓരോ ശതമാനവും ലഭിക്കുന്നതാണ്. നമ്മളുടെ വിന്നിങ്സ് വിഡ്രോ ചെയ്യുമ്പോൾ 5% വിഡ്രോവൽ ഫീസായിട്ട് കമ്പനി ഈടാക്കുന്നതാണ്. പിന്നെ യൂബിറ്റ് എക്കോസിസ്റ്റത്തിൽ അടുത്തതായി വരുന്നത് കങ്കാരു കിങ്ഡം എന്ന NFT പ്ലാറ്റ്ഫോമാണ്. നമുക്കെല്ലാവർക്കും അറിയാം, നോൺ ഫഞ്ചബിൾ ടോക്കൺ അഥവാ NFT എന്ന് പറയുന്നത് ക്രിപ്റ്റോ മേഖലയിലെ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റാണ്. കങ്കാരു കിങ്ഡം എന്ന NFT പ്ലാറ്റ്ഫോമിൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് ഹ്യൂജ് റിട്ടേൺസ് നേടാവുന്നതാണ്. $100 മുതൽ $25,000 വരെയുള്ള NFTകൾ നമ്മുടെ കങ്കാരു കിങ്ഡം NFT പ്ലാറ്റ്ഫോമിൽ അവൈലബിൾ ആണ്. നമ്മുടെ എക്കോസിസ്റ്റത്തിൽ അടുത്ത ഒരു അട്രാക്ഷനാണ് യൂബിറ്റ് സ്വാപ്പ്. നമുക്ക് ക്രിപ്റ്റോ കോയിൻ സ്വാപ്പിംഗ് എന്താണെന്നറിയാം. പാൻകേക്ക് സ്വാപ്പ്, യൂണിസ്വാപ്പ് എല്ലാം നമ്മൾ കേട്ടിട്ടുണ്ട്. നമ്മൾ ഒരുപാട് കോയിനുകൾ പാൻകേക്ക് സ്വാപ്പ്, യൂണിസ്വാപ്പ്, അതുപോലെ ട്രസ്റ്റ് വാലറ്റിൻ്റെ സ്വാപ്പ് ഓപ്ഷൻ എല്ലാം ഉപയോഗിച്ചിട്ട് നമ്മൾ ഒരു കോയിനിൽ നിന്ന് മറ്റൊരു കോയിനിലേക്ക് സ്വാപ്പ് ചെയ്യുന്നതാണ്. ഇവിടെ VIP20യും ERC20യുമായിട്ടുള്ള നെറ്റ്വർക്കിലുള്ള കോയിനുകളെല്ലാം നമുക്ക്
ക്രോസ് ചെയിൻ സ്വാപ്പ് ചെയ്യാവുന്നതാണ്. നമ്മുടെ എക്കോസിസ്റ്റത്തിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് യൂബിറ്റ് സ്കാൻ ബ്ലോക്ക് ചെയിൻ. നമുക്കറിയാം നമ്മളുടെ കമ്പനിയുടെ ഓൺ ബ്ലോക്ക് ചെയിനാണ് യൂബിറ്റ് സ്കാൻ. ഈ വീഡിയോയിൽ തന്നെ പല ഭാഗത്തും ഞാനത് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഏറ്റവും കുറഞ്ഞ ഗ്യാസ് ഫീസിൽ നമ്മൾക്ക് കോയിനുകൾ ട്രേഡ് ചെയ്യാൻ കഴിയുന്ന ഒരു ബ്ലോക്ക് ചെയിനാണ് യൂബിറ്റ് സ്കാൻ. ഇതിൽ ഗ്യാസ് ഫീസായിട്ട് യൂസ് ചെയ്യുന്നത് നമ്മളുടെ തന്നെ ഓൺ കോയിനായ USC ആണ്. USC കോയിൻ ഇന്ന് $2.5 ട്രേഡ് ചെയ്യുന്നു. USC കോയിൻ നമുക്ക് വേണമെങ്കിൽ വാങ്ങി ഹോൾഡ് ചെയ്യാവുന്നതാണ്. താമസിയാതെ USC കോയിൻ $5 എത്തുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇനി നമ്മുടെ എക്കോസിസ്റ്റത്തിൽ അടുത്തതായി വരുന്നത് കമ്പനിയുടെ ഡ്രീം പ്രോജക്റ്റുകളിലൊന്നായ യൂബിറ്റ് കാർട്ടാണ്. യൂബിറ്റ് കാർട്ട് എന്ന് പറയുന്നത് ഓൺലൈൻ ഷോപ്പിംഗ്, പെട്രോൾ കാർഡ്, യൂട്ടിലിറ്റി കാർഡ്, ഗിഫ്റ്റ് വൗച്ചേഴ്സ് എന്നീ 4 ചേരുന്ന ഒരു കോമ്പിനേഷനാണ്. ഇനി അടുത്തതായി വരുന്നത് നമ്മുടെ കമ്പനിയുടെ യൂട്ടിലിറ്റി കാർഡുകളിൽ ഒന്നായ പെട്രോൾ കാർഡാണ്. പെട്രോൾ കാർഡ് ഉപയോഗിച്ച് നമുക്ക് ഇന്ത്യയിൽ എവിടെയും ഏത് പമ്പിൽ നിന്നും പെട്രോളോ ഡീസലോ ഫില്ല് ചെയ്യുമ്പോൾ നമ്മൾ പേ ചെയ്യുന്ന എമൗണ്ടിൻ്റെ 10% നമുക്ക് ക്യാഷ് ബാക്കായി ലഭിക്കുന്നതാണ്. ഇതെല്ലാം നമ്മളുടെ ഏണിങ്സിൽ നിന്നാണ്. നമ്മൾ ഈ യൂബിറ്റ് കോയിൻ്റെ അല്ലെങ്കിൽ യൂണിറ്റി മെറ്റാ ടോക്കൻ്റെ പ്ലാറ്റ്ഫോമിലൂടെ ഏൺ ചെയ്യുന്ന നമ്മളുടെ ഏണിങ്സ് ഈ കാർഡിലേക്ക് ലോഡ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഇതെല്ലാം സ്പെൻഡ് ചെയ്യുന്നത്. ഈ കാർഡ് പ്രൊവൈഡ് ചെയ്യുന്നതിന് വേണ്ടി കമ്പനി നമ്മളിൽ നിന്നും ചെറിയൊരു ഫീസ് ഈടാക്കുന്നതാണ്. നമ്മുടെ കമ്പനിയുടെ അടുത്ത യൂട്ടിലിറ്റി കാർഡായ റൂപേ കാർഡ് ഉപയോഗിച്ച് നമുക്ക് ഏത് ഷോപ്പിലും ഏത് മാളിലും നിന്നും ടൈപ്പിംഗ് മെഷീനുള്ള ഏത് ഷോപ്പിലോ ഏത് മാളിലോ നിന്നും നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ നമുക്ക് 5% വരെ ഡിസ്കൗണ്ട് ലഭിക്കുന്നതാണ്. യൂബിറ്റ് കാർട്ടിലൂടെ കമ്പനി നമുക്ക് ഒരുപാട് ഗിഫ്റ്റ് വൗച്ചേഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പാന്തലൂൺസ്, ടൈറ്റാൻ, രംഗോലി, കല്യാൺ ജുവലറി, ജോയാലുക്കാസ്, യൂബർ, യാത്ര, അതുപോലെ പ്രസ്റ്റീജ്, ഇങ്ങനെ വമ്പന്മാരുമായി ടൈപ്പ് ചെയ്തുകൊണ്ട് കമ്പനി നമുക്ക് ഒരുപാട് ഗിഫ്റ്റ് വൗച്ചേഴ്സാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. നമ്മുടെ അടുത്ത എക്സൈറ്റ്മെൻ്റ് ആണ് കമ്പനിയുടെ ഓൺലൈൻ ഷോപ്പിംഗ് സൈറ്റ്. ഫ്ലിപ്കാർട്ട്, ആമസോൺ പോലുള്ള എല്ലാ പ്രോഡക്റ്റുകളും അവൈലബിൾ ആയിട്ടുള്ള ഒരു ഓൺലൈൻ ഷോപ്പാണ് കമ്പനിയുടേത്. നമ്മൾ ഏൺ ചെയ്യുന്ന യൂബിറ്റ് കോയിൻ, യൂണിറ്റി മെറ്റാ ടോക്കൺ, USDT മുതലായ ക്രിപ്റ്റോ കോയിനുകൾ ഉപയോഗിച്ചു നമുക്ക് നല്ല ഡിസ്കൗണ്ടോട് കൂടി കമ്പനിയുടെ ഓൺലൈൻ ഷോപ്പിൽ നിന്നും പർച്ചേസ് ചെയ്യാൻ കഴിയുന്നതാണ്. കമ്പനിയുടെ എക്കോസിസ്റ്റത്തിൽ അടുത്തതായി വരുന്നത് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയ പ്ലാറ്റ്ഫോമായ യു-കണക്റ്റ് ആണ്. യു-കണക്റ്റ് എന്ന് പറയുന്നത് നമ്മളുടെ സൂം മീറ്റിംഗ്, ഗൂഗിൾ മീറ്റിംഗ് പോലുള്ള ഒരു പ്ലാറ്റ്ഫോമാണ്. ഇത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വർക്ക് ചെയ്യുന്ന ഒരു Web3 ആപ്ലിക്കേഷനാണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു-കണക്റ്റ് വഴി കണ്ടക്ട് ചെയ്യുന്ന ഒരു മീറ്റിംഗ് ഏത് രാജ്യത്തുള്ള വ്യക്തിക്കും അവരുടെ ലാംഗ്വേജിൽ അത് ഇൻട്രാക്റ്റ് ചെയ്യാൻ കഴിയും എന്നുള്ളതാണ്. കമ്പനിയുടെ എക്കോസിസ്റ്റത്തിൽ അടുത്തതായി വരുന്നത് യൂണിറ്റി OTT ആണ്. യൂണിറ്റി OTT എന്ന് പറയുന്നത് ഒരു OTT പ്ലാറ്റ്ഫോമാണ്. ഇന്ന് നിലവിലുള്ളതിൽ ഏറ്റവും റേറ്റ് കുറഞ്ഞ ഒരു സബ്സ്ക്രിപ്ഷൻ പാക്കേജുള്ള OTT ആണ് യൂണിറ്റി OTT. ഇതിൽ വെറും $29 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് 1 വർഷത്തേക്കുള്ള സബ്സ്ക്രിപ്ഷൻ ലഭിക്കുന്നതാണ്. കമ്പനിയുടെ എക്കോസിസ്റ്റത്തിലെ ഡ്രീം പ്രോജക്റ്റുകളിൽ ഒന്നാണ് അപ്ഷോട്ട് ബോട്ട്, ഓട്ടോമേറ്റഡ് ട്രേഡിംഗ്. ആർബിട്രേജ് ട്രേഡിംഗ് എന്ന സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ട് ഒരു AI ബോട്ടിൻ്റെ സഹായത്തോടു കൂടി ട്രേഡ് ചെയ്ത് പ്രോഫിറ്റ് എടുക്കുന്ന ഒരു രീതിയാണ് ആർബിട്രേജ് ട്രേഡ് എന്ന് പറയുന്നത്. ആർബിട്രേജ് ട്രേഡ് എല്ലാവർക്കും അറിയാമെന്ന് വിശ്വസിക്കുന്നു. ആർബിട്രേജ് ട്രേഡ് എന്ന് പറയുന്നത് 460-ൽ പരം ഓൺലൈൻ എക്സ്ചേഞ്ചുകളിൽ ഒരേ അസറ്റിൻ്റെ വില, അതായത് ഒരേ കോയിൻ്റെ വില ഓരോ എക്സ്ചേഞ്ചുകളിലും ഡിഫറൻ്റ് ആയിരിക്കും. AI ബോട്ടിൻ്റെ സഹായത്തോടുകൂടി ഒരു കോയിൻ്റെ വില ഏറ്റവും കുറഞ്ഞു നിൽക്കുന്ന എക്സ്ചേഞ്ചിൽ നിന്നും ബൈ ചെയ്തതിന് ശേഷം അതേ നിമിഷം തന്നെ ആ കോയിൻ്റെ വില ഏറ്റവും കൂടി നിൽക്കുന്ന എക്സ്ചേഞ്ചിലേക്ക് സെല്ല് ചെയ്തുകൊണ്ട് പ്രോഫിറ്റ് എടുക്കുന്ന രീതിയാണ് ആർബിട്രേജ് ട്രേഡിംഗ് എന്ന് പറയുന്നത്. ഇവിടെ കമ്പനി സബ്സ്ക്രിപ്ഷൻ പാക്കേജസ് ആണ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻ എന്ന് പറയുന്നത് $500 ആണ്. $500 ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു വ്യക്തിക്ക് അതിൻ്റെ 2.5 ടൈംസ് പ്രോഫിറ്റായി ഒരു മാസം കമ്പനി കൊടുക്കുന്നു.
ഇനി രണ്ടാമത്തെയും മൂന്നാമത്തെയും പാക്കേജ് എന്ന് പറയുന്നത് 1000 USDT 2000 USDT. ഒന്നാമത്തെ പാക്കേജ് വന്ന് 1000 USDT, രണ്ടാമത്തെ പാക്കേജ് വന്ന് 2000 USDT-യുമാണ്. ഇത് ഇൻവെസ്റ്റ് ചെയ്യുന്ന ഓരോ വ്യക്തിക്കും അതിൻ്റെ 3 ടൈംസ് പ്രോഫിറ്റായി മന്ത്ലി കമ്പനി നൽകുന്നു. നാലാമത്തെ പാക്കേജായ 5000 USDT ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു വ്യക്തിക്ക് അതിൻ്റെ 4 ടൈംസ് ഒരു മാസം പ്രോഫിറ്റായിട്ട് കമ്പനി നൽകുന്നു. യൂബിറ്റ് കോയിൽ നമ്മൾ ഫസ്റ്റ് ടൈം ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ടിൽ നിന്നും $3 കോയിൻ്റെ ലിക്വിഡ് പൂളിലേക്ക് ഓട്ടോമാറ്റിക്കായി കട്ടാകുന്നു. യൂബിറ്റ് കോയിനിൽ മിനിമം വിഡ്രോവൽ $20 ആണ്. വിഡ്രോവൽ ചാർജായി കമ്പനി 5% കട്ട് ചെയ്യുന്നു. ഡെപ്പോസിറ്റും വിഡ്രോവലും യൂബിറ്റ് കോയിൻ വഴി മാത്രമാണ്. ഒരു അഫിലിയേറ്റ് ഐഡിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ടിൻ്റെ 3 ഇരട്ടി 500 ദിവസം കൊണ്ട് നമുക്ക് തിരിച്ചു കിട്ടുന്നു. അഫിലിയേറ്റ് ഐഡിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ക്യാപിറ്റൽ നമുക്ക് തിരിച്ചു കിട്ടുന്നതല്ല. കാരണം അഫിലിയേറ്റ് ഐ ഡി വഴി നമ്മൾക്ക് നല്ല രീതിയിലുള്ള ഇൻകം ജനറേറ്റ് ചെയ്യാനുള്ള ഒരു അവസരം കമ്പനി ഇവിടെ തരുന്നുണ്ട്. അഫിലിയേറ്റ് ഐ ഡിയിൽ നമ്മൾ 3 ഇരട്ടി ഇൻകം നേടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ കമ്പൽസറി ആയിട്ട് നമ്മൾ റീടോപ്പ് ചെയ്യണം എന്ന് കമ്പനി ഇവിടെ പറയുന്നുണ്ട്. ഒരു ഇൻവെസ്റ്റേഴ്സ് ഐ ഡിയിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ടിൻ്റെ 2.5% 500 ദിവസം കൊണ്ട് കമ്പനി തിരികെ തരുന്നു. ഇൻവെസ്റ്റേഴ്സ് ഐ ഡിയിലെ സ്റ്റേക്കിംഗ് പീരീഡ് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സ്റ്റേക്ക് ചെയ്തിരിക്കുന്ന കോയിൻ മാസം 10% എന്നുള്ള രീതിയിൽ കമ്പനി റിലീസ് ചെയ്തു തരുന്നു. കമ്പനിയുടെ ഫ്യൂച്ചർ പ്രോജക്റ്റിൽ വരുന്നതാണ് യൂബിറ്റ് പേ, ഡെക്സ് വാലറ്റ്, ഫാൻറ്റസി ഗെയിം, വിഷൻ 2026. ഇതിൽ യൂബിറ്റ് പേ എന്ന് പറയുന്നത് നമ്മുടെ ഗൂഗിൾ പേ പോലുള്ള ഒരു ആപ്പാണ്. ഡെക്സ് വാലറ്റ് ഇപ്പോൾ നമുക്ക് ഗൂഗിൾ വാലറ്റ് എന്ന് പറയുന്ന ഒരു സംഭവം വന്നിട്ടുണ്ട്. അതുപോലെയാണ് ഡെക്സ് വാലറ്റ്. ഫാൻറ്റസി ഗെയിം എന്ന് പറയുന്ന നമ്മുടെ നിലവിലുള്ള ഗെയിമുകളിനകത്ത്, ഗെയിം പ്ലാറ്റ്ഫോമിനകത്ത് ഒരുപാട് അപ്ഡേഷനുകൾ വരുന്നുണ്ട്. വിഷൻ 2026 പറയുന്ന മേജറായിട്ടുള്ള ഒരു ഫ്യൂച്ചർ പ്ലാൻ എന്ന് പറയുന്നത് നമ്മളുടെ യൂബിറ്റ് കോയിൻ്റെ പ്രൈസ് ഈ ഡിസംബറോട് കൂടി $1 എത്തിക്കുക എന്നുള്ളതാണ് കമ്പനിയുടെ വിഷൻ. ഇനി നമ്മുടെ യൂബിറ്റ് കോയിനെ $1 എത്തിക്കാൻ വേണ്ടി കമ്പനി എങ്ങനെയാണ് പ്ലാൻ ചെയ്യുന്നതെന്നും നമുക്ക് നോക്കാം. നമുക്കറിയാം നമ്മളുടെ യൂണിറ്റി മെറ്റ ആൻഡ് യൂബിറ്റ് കമ്മ്യൂണിറ്റി എന്ന് പറയുന്ന ഒരു ബിഗ് കമ്മ്യൂണിറ്റിയാണ്. ഏകദേശം 12 ലക്ഷത്തോളം ആക്റ്റീവ് മെമ്പേഴ്സ് ഇതിനകത്തുണ്ട്. ഈ 12 ലക്ഷം ആക്റ്റീവ് മെമ്പേഴ്സിൽ നിന്നും 1 ലക്ഷം മെമ്പേഴ്സ് നമ്മളുടെ യൂബിറ്റ് കാർട്ട്, അതുപോലെ യൂബിറ്റ് മാർക്കറ്റ്, ഗെയിമിംഗ് പ്ലാറ്റ്ഫോം, NFT, യുകണക്റ്റ് മുതലായ പ്ലാറ്റ്ഫോമുകൾ യൂസ് ചെയ്യുകയാണെങ്കിൽ പോലും അവിടെ ഒരു 1 ഇൻകം ജനറേറ്റ് ചെയ്യും. ഈ ജനറേറ്റ് ചെയ്യുന്ന ഇൻകം ഓട്ടോമാറ്റിക്കായിട്ട് നമ്മളുടെ കോയിൻ്റെ ലിക്വിഡ് പൂളിലേക്കാണ് പോകുന്നത്. ഇത് നമ്മുടെ കോയിൻ്റെ പ്രൈസിനെ വളരെ നല്ല രീതിയിൽ സ്വാധീനിക്കുകയും നമ്മളുടെ കോയിൻ വളരെ ഉയരങ്ങളിലെത്തുകയും ചെയ്യും. ഇനി നമ്മുടെ കമ്പനിയുടെ ഫ്യൂച്ചർ പ്ലാനുകളിലൊന്നാണ് നമ്മളുടെ കോയിനെ ടയർ 1 എക്സ്ചേഞ്ചുകളിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത്. അതായത് ടയർ 1 എക്സ്ചേഞ്ച് എന്താണെന്ന് നമുക്കറിയാം. ക്രിപ്റ്റോ മേഖലയിൽ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന എക്സ്ചേഞ്ചുകളെയാണ് ടയർ 1 എക്സ്ചേഞ്ചുകൾ എന്ന് പറയുന്നത്. നമ്മളുടെ ബിനാൻസ്, കോയിൻ ബേസ് ഇതുപോലുള്ള എക്സ്ചേഞ്ചുകളിലേക്ക് നമ്മളുടെ കോയിനെ ലിസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് കമ്പനിയുടെ അടുത്ത സ്റ്റെപ്പ്. യൂബിറ്റ് കോയിന് ഒരു ഓണർ ഇല്ല, ഒരു ക്രിയേറ്റർ മാത്രമാണുള്ളത്. മിസ്റ്റർ ബ്രിജ്മോഹൻ സിംഗ് ഒരു ക്രിയേറ്റർ മാത്രമാണ്. അദ്ദേഹം ഇതിൽ യൂബിറ്റ് കോയിൻ്റെ ഒരു കോയിൻ പോലും ഹോൾഡ് ചെയ്യുന്നില്ല. അതുകൊണ്ട് യൂബിറ്റ് കോയിൻ്റെ പ്രൈസിലോ മറ്റു കാര്യത്തിലോ ഒരു മാനിപ്പുലേഷനും നടക്കുന്നില്ല എന്ന് നമുക്ക് പൂർണ്ണമായി വിശ്വസിക്കാം. നമ്മുടെ യൂബിറ്റ് കോയിൻ ആൾറെഡി കോയിൻ മാർക്കറ്റ് ക്യാപ്പ്, ഡെക്സ് ടൂൾസ്, കോയിൻ ഹണ്ട്, ഗെക്കോ ടെർമിനൽ കൂടാതെ പാൻകേക്ക് സ്വാപ്പ്, യൂബിറ്റ് പ്രോ എക്സ്ചേഞ്ച്, കോയിൻ സ്റ്റോർ, യൂഫിനെക്സ് മുതലായ 14ഓളം എക്സ്ചേഞ്ചുകളിൽ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. യൂബിറ്റ് കോയിൻ്റെ ലിക്വിഡ് പൂൾ വളരെ സ്ട്രോങ് ആയതുകൊണ്ട് നിങ്ങൾക്ക് കോയിൻ സ്റ്റോർ പോലുള്ള എക്സ്ചേഞ്ചുകളിൽ നിന്ന് 1 കോടി രൂപയുടെ യൂബിറ്റ് കോയിൻ ഇൻസ്റ്റൻ്റായിട്ട് കാശാക്കി മാറ്റാവുന്നതാണ്. ഇതിന് യൂബിറ്റ് കോയിന് ഒരു ഓണർ ഇല്ല, യൂബിറ്റ് കോയിന് ഒരു ക്രിയേറ്റർ മാത്രമാണുള്ളത്. ഇനി അടുത്തതായിട്ട് നമ്മുടെ കമ്പനിയെക്കുറിച്ച് വന്നിട്ടുള്ള ന്യൂസ് ആൻഡ് ആർട്ടിക്കിൾസ് ആണ്. നമ്മുടെ കമ്പനിയെക്കുറിച്ചും ബ്രിജ്മോഹൻ സിംഗിനെ കുറിച്ചും ഹിന്ദുസ്ഥാൻ ടൈംസിലും അതുപോലെ തന്നെ നമ്മളുടെ ഏഷ്യാനെറ്റ് ന്യൂസിലും എല്ലാം ഒരുപാട് ആർട്ടിക്കിളുകൾ വന്നിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ഇവിടെ ചെക്ക് ചെയ്യാവുന്നതാണ്. ഇനി ഈ വീഡിയോയുടെ അവസാന ഭാഗത്തേക്ക് വരുമ്പോൾ നമ്മുടെ കമ്പനി നടത്തിയിട്ടുള്ള ഇവൻസിൻ്റെ ഒരു നീണ്ട നിര തന്നെ നമുക്കിവിടെ കാണാവുന്നതാണ്. നമ്മുടെ യൂബിറ്റ് കോയിൻ സപ്പോർട്ട് ചെയ്യുന്ന
4 ഡീസെൻട്രലൈസ്ഡ് വാലറ്റുകളാണ് മെറ്റാമാസ്ക്, ട്രസ്റ്റ് വാലറ്റ്, ടോക്കൺ പോക്കറ്റ്, അതുപോലെ തന്നെ സേഫ് വാൾ. ഇതിലേതെങ്കിലും ഒരു ഡീസെൻട്രലൈസ്ഡ് വാലറ്റ് യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഈ ബിസിനസ്സിലേക്ക് കടന്നു വരാവുന്നതാണ്. വീഡിയോ കണ്ട് ഇഷ്ടമായവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തു വെക്കുക. അതുപോലെ തന്നെ ബെൽ ബട്ടൺ എനേബിൾ ആക്കി വെക്കാനും മറക്കരുത്. ഫണ്ടക്കേണിൻ്റെ മറ്റൊരു വീഡിയോയുമായി വരും വരെ ഏവർക്കും നന്ദി, നമസ്കാരം. താങ്ക്